ന്യൂസ് 99 കേരളയുടെ തിരൂരിലെ പുതിയ ഓഫീസ് ഉദ്ഘാടനം KUWJ ഫോർമർ പ്രസിഡന്റും ചന്ദ്രിക എഡിറ്ററുമായ ഇന്റർനാഷണൽ സ്പോർട്സ് ജേർണലിസ്റ്റ് കമാൽ വരദൂർ നിർവഹിച്ചു. ഇപ്പോൾ നമ്മൾ തത്സമയമാണ്, ലൈവാണ്, എല്ലാം വളരെ പെട്ടെന്ന് കൊടുക്കുന്ന ഒരു കാലമാണ്. നാളത്തെ പത്രത്തിന് വേണ്ടി പോലും ആരും കാത്തിരിക്കാറില്ല. ഞാനൊരു പത്രത്തിൻ്റെ പത്രാധിപർ എന്ന രീതിയിൽ നമ്മൾ ഇന്നത്തെ സംഭവങ്ങൾ നിങ്ങളൊക്കെ വളരെ പെട്ടെന്ന് ലൈവായിട്ടെല്ലാം കാണുന്നുണ്ട്. ലൈവായി കാണുമ്പോൾ നിങ്ങളത് അറിയുന്നുണ്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. അതായത് എന്താണോ നടക്കുന്നത് തത്സമയം അത് ലോകത്തോട് നമ്മൾ വിളിച്ചു പറയുകയാണ്. ആ വിളിച്ചു പറയലിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ നമുക്ക് ആ വിളിച്ചു പറയുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ സംഭവിച്ചേക്കാം ലൈവായിട്ട് സംസാരിക്കുമ്പോൾ. അതാണ് ചാനലുകൾ നേരിടുന്ന വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. നമ്മൾ തിരൂരെന്ന് പറയുന്ന വലിയ ഒരു പ്രദേശത്ത്, പ്രത്യേകിച്ച് സാംസ്കാരികമായി ഒരുപാട് ഉന്നതിയിൽ നിൽക്കുന്ന ഒരു പ്രദേശത്ത് ഈ രീതിയിലൊരു സാധനം നമ്മൾ കൈകാര്യം ചെയ്യുന്നത്, അതിൽ നിങ്ങളുടെയൊക്കെ സഹായ സഹകരണം വേണം, നിങ്ങളൊക്കെ ഉപദേശങ്ങൾ വേണം. നിങ്ങൾ ഇവിടെ വേദിയിൽ നിറഞ്ഞിരിക്കുന്ന ആളുകളും താഴെ ഇരിക്കുന്ന ആളുകളുമൊക്കെ ഇത്തരം രംഗത്ത് ഒരുപാട് പരിചയസമ്പന്നരായ ആളുകളാണ്. ഡോക്ടർ മാലിക് സാഹിബ് പറഞ്ഞു, അടി പതറാതെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞു. ഒരു കൊല്ലമായി നമ്മളിതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നടക്കുന്നുണ്ട് എന്നാണ് ചീഫ് എഡിറ്റർ റാഫി ഇവിടെ പറഞ്ഞത് എന്നുണ്ടെങ്കിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും നിങ്ങളുടെ എല്ലാ സഹായ സഹകരണവും ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന് പ്രത്യേകം അപേക്ഷിക്കുകയാണ്. ഈ ചാനൽ തിരൂരിൻ്റെ സാംസ്കാരികമായ ഇഴുകി ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അങ്ങനെ നഷ്ടപ്പെട്ടാൽ ഒരു സമൂഹം തന്നെ അത് തകരുമെന്ന വലിയ ചിന്തയോടുകൂടി ഈ രംഗത്ത് നിൽക്കേണ്ടുന്ന ഒരു ജോലിയാണ് മാധ്യമ പ്രവർത്തനം എന്നുള്ളത്. പ്രത്യേകിച്ച് ഇനിയുള്ള കാലം അതിനേക്കാൾ വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ വളരെയേറെ നല്ല കാര്യമാണ്. ഈ രംഗത്ത് സത്യസന്ധമായി ചെയ്താൽ, ഇപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ സത്യസന്ധമായി ചെയ്യാൻ വലിയ കരുത്തുണ്ടാവണം. പല രീതിയിൽ മത്സരം ഉണ്ടാവും. തൻ്റെ പാർട്ടികളുണ്ടാവും, തൻ്റെ ദേശം ഉണ്ടാവും, തൻ്റെ ആളുകളുണ്ടാവും, പലതും ഉണ്ടാവും. അതിൽ തൻ്റേത് ഉയർത്തിപ്പിടിക്കണം. അങ്ങനെയൊക്കെ വരുമ്പോൾ മത്സരങ്ങളോട് മത്സരങ്ങളാണ്. അവിടെയൊക്കെ ഈ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിൽക്കണമെങ്കിൽ നല്ല ചിന്താഗതി ഉണ്ടാകും. 2023 ഓഗസ്റ്റിൽ തിരൂർ കേന്ദ്രീകരിച്ച് ആരംഭിച്ച ഈ ചാനലിൻ്റെ ഒരു ഓഫീസ് ഒരു വർഷത്തിന് ശേഷം ഇവിടെ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഒന്നിച്ചു കൂടിയിട്ടുള്ളത്. വളരെ ലളിതമായ അതേ സമയത്ത് ഏറെ പ്രാധാന്യമുള്ള ഒരു ചടങ്ങാണ് ഇവിടെ നടന്നത്. ദേശീയ പ്രാദേശിക വാർത്താ മേഖലകളിൽ തിരൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ന്യൂസ് 99 കേരളയുടെ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനമാണ് ചെയർമാൻ മുഹമ്മദ് കോയ MP-യുടെ അധ്യക്ഷതയിൽ ചന്ദ്രിക എഡിറ്ററും ഇന്റർനാഷണൽ സ്പോർട്സ് ജേർണലിസ്റ്റുമായ കമാൽ വരദൂർ നിർവഹിച്ചത്. ചടങ്ങിൽ CEO റാഫി തിരൂർ സ്വാഗതം പറഞ്ഞു. രവി തേലത്ത്, വെട്ടം ആലിക്കോയ, കീഴടത്തിൽ ഇബ്രാഹിം ഹാജി, സമദ് പ്ലസന്റ്, PA ബാവ എന്നിവർ വിശിഷ്ടാതികളായി എത്തിയ ചടങ്ങിൽ ഡയറക്ടർമാരായ ഹമദ് മൂസ, KP ഫസലുദ്ദീൻ എന്നിവർ സന്നിഹിതരായിരുന്നു. മൊയ്തു വെട്ടിച്ചിറ നന്ദി പറഞ്ഞു. മൊയ്തുഷ, ഖാദർ, ബീരാൻ കുറ്റൂർ, അസീസ് സ്പേസ്, നൌഷാദ് എന്ന കുഞ്ഞിപ്പ, ഷൗക്കത്ത്, സിദ്ദീഖ് ആലിൻ ചുവട്, ഹുസൈൻ പറവണ്ണ, സലാം മഞ്ചുടി, ഹക്കീം മലയാളം ടെലിവിഷൻ, നാസർ സെഞ്ചുറി, AK സൈതാലിക്കുട്ടി, സാലി സംഗീത്, ദിൽഷാദ് കുറ്റൂർ, ഷാജി തലക്കാട് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് 99 തിരൂർ.